ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണ്, പരീക്ഷാ തിരക്കൊക്കെയാണ്. ചിലപ്പോൾ ഒരു മൂഡ് ഓഫ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പഠിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ അല്ലേ. ഒട്ടും പേടിക്കണ്ട കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാം. 5ാം ക്ലാസ്സിലെ മക്കൾക്ക് ആദ്യം മലയാളം ഫസ്റ്റ് ആണ്. അതേതാണ്? കേരള പാഠാവലിയാണ് അല്ലേ. കേരള പാഠാവലിയാണ്. അപ്പൊ കേരള പാഠാവലിയിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പരീക്ഷ കഴിഞ്ഞ ടേമിൽ കഴിഞ്ഞ പാഠങ്ങൾ പഠിക്കണ്ടേ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട, എന്നാലും ഒന്ന് വായിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത ഭാഗമാണ് നമ്മൾ കുറച്ചും കൂടെ സെക്കൻഡ് ടേമിനുള്ള പാഠങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെ ടീച്ചർ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിതാ ടീച്ചർക്ക് പറയാനുള്ളത്, നമ്മുടെ പൃഥ്വി ബാച്ചിന്റെ എൻഡ് ഗെയിം ബാച്ചിന്റെ ഓഫർ അവസാനിക്കാൻ പോവുകയാണേ. ഓഫർ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ നമ്മളെല്ലാവരും പറയുന്നതാണ്. നിങ്ങളെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിവിഷൻ ബാച്ചാണ് എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. ഇതുവരെ ജോയിൻ ചെയ്താത്ത മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ് എൻഡ് ഗെയിം ബാച്ച്. അപ്പോൾ പൃഥ്വി ബാച്ചിൽ ഇതുവരെ എന്താണോ അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്കും കിട്ടാൻ പോവാണ്. പഠിക്കാത്ത മക്കളൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇതിൽ ജോയിൻ ചെയ്യുക. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കും. യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? അതായത് ഈ ഒരു നമ്പറിൽ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണേ. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിലേക്ക് വരിക. ഉണ്ണിയുടെ വിമാനയാത്ര എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഉണ്ണിയുടെ വിമാനയാത്ര. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരില്ലേ? ഉറപ്പായിട്ടും വരും കേട്ടോ. ഉണ്ണിയുടെ വിമാനയാത്ര പരീക്ഷയ്ക്ക് വരുന്ന ഒരു പാഠമാണ് ഇത്, ഉണ്ണിയുടെ വിമാനയാത്ര. ആരെഴുതിയതാണ്? നമ്മുടെ ബാലാമണി അമ്മ എഴുതിയ മനോഹരമായ ഒരു കവിതയാണ് അല്ലേ. ഏതാണ് കവിത? ബാലഹൃദയം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം, കവിതയുടെ ഒരു വലിയ പുസ്തകം അല്ലേ, ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു കവിത. അതാണ് നമ്മുടെ ഉണ്ണിയുടെ വിമാനയാത്ര. ബാലാമണി അമ്മ ഒരു കുട്ടിയുടെ തലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടാണ് അല്ലേ, കുട്ടിയുടെ ചിന്താഗതിയിൽ, പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയ ഒരു കവിതയാണിത്. ഈ കവിതയിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ടീച്ചർ ഒന്ന് വായിക്കാം. ഇതിൽ നിന്നും പരീക്ഷയ്ക്ക് സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഉറപ്പായിട്ടും യാത്രാ വിവരണം എഴുതാം എന്നുള്ളതാണ്. അതല്ലാതെ ഈ പാഠം നമ്മളൊന്നും അറിയാതെ പോകരുത്. എന്നിട്ട് ഈ പാഠത്തിലുള്ള ചോദ്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഓക്കെ അല്ലേ? ഏതാണ് കവിത? ഉണ്ണിയുടെ വിമാനയാത്ര. അപ്പൊ ആരായിരിക്കും വിമാനയാത്ര നടത്തിയിട്ടുണ്ടാവുക? ഉണ്ണിയായിരിക്കില്ലേ. ഉണ്ണി നടത്തിയ ഒരു വിമാനയാത്ര. നിങ്ങൾ വിമാനത്തിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ വിമാനത്തിൽ പോയ സമയത്ത് നിങ്ങൾ കണ്ട കാര്യങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പിന്നെയും നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും അല്ലേ, ഉണ്ടാവില്ലേ? യെസ്. അപ്പോ വാരൊളിയാളുമിപ്പാവപ്പരുന്തിന്റെ വായിൽ നാം ചെന്നേറിയല്ലോ. വാരൊളിയാളുമിപ്പാവപ്പരുന്തിന്റെ വായിൽ നാം ചെന്നേറിയല്ലോ. ഭംഗിയുള്ള അല്ലെ ഒരു പാവപ്പരുന്തിന്റെ വായില് അല്ലെ. പാവപ്പരുന്ത് എന്ന് പറയാൻ കാരണം എന്താണ്? പരുന്ത് എന്ന് പറയുന്നത് ജീവനുള്ളതാണ്. എന്നാലേ ഒരു ജീവനില്ലാത്ത ഒരു പരുന്തിന്റെ വായിൽ ചെന്ന് കയറിയതുപോലെയാണ് വിമാനത്തിൽ കയറിയപ്പോൾ തോന്നിയത് എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. കൂറ്റൻ മരങ്ങൾക്കു മീതെ ഈതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ. അങ്ങനെയല്ലേ അല്ലേ? കൂറ്റൻ മരങ്ങൾക്കൊക്കെ മീതെ കൂടെയാണ് വിമാനം പറക്കുക അല്ലേ. അപ്പോ പിന്നെയും വീട്ടിലേക്കെത്തും വരയ്ക്കും എന്നെ മടിയിലിരുത്തു. പിന്നെയും വീട്ടിലേക്കെത്തും വരയ്ക്കമ്മ അല്ലേ. വരയ്ക്കമ്മ എന്നാണേ. അമ്മ എന്ത് ചെയ്തു? എന്നെ മടിയിലിരുത്തു. ഒരു പേടി ഉണ്ടാവൂലേ വിമാനത്തിൽ കയറുന്ന സമയത്ത്. അപ്പൊ മടിയിലിരിക്കാവോ? ശരിക്ക് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ മടിയിലിരുത്താം, പക്ഷെ ഓരോരുത്തർക്കും ഒരു സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കയറിയിട്ടില്ലേ വിമാനത്തില് അല്ലേ?
ഇത്തിരി മുമ്പു നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ. താഴെ കുറച്ചു മുൻപ് നമ്മൾ നിന്ന നിരത്ത് എന്ന് പറഞ്ഞാല് റോഡ് അല്ലെ. ഇത്രയും കുറച്ചു മുൻപ് വരെ നമ്മൾ നിന്ന ആ ഒരു റോഡൊക്കെ ഒന്ന് ഒരു ചിത്രമായിട്ട് മാറുകയാണ്. നിശബ്ദമായങ്ങു പായുന്നു കാറുകൾ, നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ. താഴെക്കൂടെയൊക്കെ നടക്കുന്ന ആളുകള്, കാറുകള് ഒക്കെ എന്താണ് നിശബ്ദമായിട്ട് പായുന്നത് പോലെ. ശബ്ദമൊന്നും നമ്മൾ കേൾക്കില്ല, കാരണം നമ്മൾ മുകളിലേക്ക് പോവുകയാണ് വിമാനത്തില്. അപ്പൊ താഴെയുള്ള കാറുകൾ പോകുന്നത്, ആളുകളൊക്കെ മിണ്ടാതെ പോകുന്നു അല്ലെ. നമ്മൾ അവരുടെ ശബ്ദങ്ങൾ കേൾക്കുവോ? ഇല്ല. മന്നിടം നീളെ കളിക്കോപ്പു ചിന്നിയ തിണ്ണമായി മാറുകയല്ലോ മഞ്ഞ് അല്ലെ. ഭൂമിയുടെ ഇടമൊക്കെ എന്താണ് കളിക്കോപ്പൊക്കെ ചിന്നിച്ചെതറിയതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അങ്ങനെയാണ് കാണുന്നത് അല്ലെ. ഈ ചിത്രത്തിലൊക്കെ നോക്ക്, നമ്മൾ ദൂരെ നിന്നും കാണുന്ന ആ ഒരു കാഴ്ച, വിമാന കാഴ്ച. നാലുപാടും നറു പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിടയുന്നു. എന്താണ്? നാലുപാടും നറു പച്ചപ്പിന്റെ ഒരു തൂവെള്ളി നാട പോലെ, ഒരു ചരട് പോലെയാണ് പച്ചപ്പൊക്കെ ഇങ്ങനെ കാണുന്നത് അല്ലെ. നമ്മുടെ വയലുകളൊക്കെ വിമാനത്തിൽ പോകുമ്പോഴുള്ള കാഴ്ചയാണ് പറയുന്നത്. നീലാന്തരീക്ഷത്തിൽ കുന്നായി മുകിൽ മാല പതഞ്ഞു പൊങ്ങുന്നു. നീലാകാശത്തിൽ, നീലാന്തരീക്ഷത്തിൽ അല്ലെ, ആകാശത്തിന്റെ ആ ഒരു ഭാഗത്താണ് നമ്മൾ വിമാനത്തിലൂടെ പോവുക. നമ്മൾ താഴെ നിന്നും നീലയായിട്ട് കണ്ട ആകാശത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് എന്താണ് ആ മുകിൽ മേഘങ്ങളൊക്കെ ഒരു മാല പതഞ്ഞു പൊങ്ങുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. ഒരു അത്ഭുതമാണ്. വെള്ള കളർ അല്ലെ. വെണ്മയും നീലവും വെണ്മയും വേറെ നിറങ്ങളിൽ എങ്ങും. ആകാശത്ത് വെള്ളയും നീലയും മാത്രമായിട്ടാണ് നമ്മൾ കാണുകയുള്ളൂ. അതാണ് പറയുന്നത്. എങ്ങുപോയി 1000 ജീവികൾ തന്നൊച്ച. ആകാശത്തുനിന്ന് കുറെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഒച്ച കേൾക്കുക? ഇല്ല. എങ്ങുപോയി 1000 ജീവികൾ തന്നൊച്ച. എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം? ഒന്നുമില്ലല്ലോ ചിറകിനൊലിയല്ലാതെ ഉണ്ണിക്ക് തോന്നുന്നു പാടാൻ. എന്താണ്? ഒന്നുമില്ല വിമാനത്തിന്റെ ചിറകിന്റെ ഒലി അല്ലെ, ശബ്ദമല്ലാതെ മറ്റൊന്നുമില്ല. ആ സമയത്ത് ഉണ്ണിക്ക് ഒരു പാട്ട് പാടാൻ തോന്നുകയാണ്. പാറിയുയരുമ്പോൾ ഏതു പറവയും പാടുവാൻ എന്തെന്നറിഞ്ഞേൻ. ഒരു പറവ, ഒരു പക്ഷി പറക്കുന്നത് പോലെയാണ് നമ്മൾ വിമാനത്തിൽ കയറുന്ന സമയത്ത് നമുക്കും അനുഭവപ്പെടുക. അപ്പൊ പാറി പറക്കുന്ന പക്ഷിക്ക് എന്ത് തോന്നുകയാണ്? പാടാൻ തോന്നുന്നത് എന്താണ് എന്ന് എനിക്കും ഒരാഗ്രഹം എന്താണെന്ന് അറിയാൻ. കാരണം ഞാനും ഒന്ന് പാടി നോക്കട്ടെ, ഇതുപോലെയല്ലേ പറവയും പാടുക എന്ന് കുഞ്ഞു മനസ്സ് ചിന്തിക്കുകയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ. വീട്ടുമുറ്റങ്ങളിൽ ഈ വിമാനത്തിൽ കണ്ണട്ടു നിൽപ്പുണ്ടാമൻ ല്ലേ. ആരാണ്? വീട്ടുമുറ്റത്ത് എല്ലാവരും കുട്ടികളും ഒക്കെ ഇങ്ങനെ ഹായ് പറയൂലേ. നമ്മൾ വിമാനത്തെ കാണുന്ന സമയത്ത് പണ്ടൊക്കെ ഇങ്ങനെ ടാറ്റ പറയായിരുന്നു. നമ്മൾ വിചാരിക്കും അവര് നമ്മളെ കാണുമോ? ഇല്ല. അപ്പൊ പിഞ്ചുകൈ ചൂണ്ടുന്നുമുണ്ടാം, ഇതിലേറാൻ നെഞ്ചിലൊട്ട ആശയുമുണ്ടാവും. കുട്ടികൾക്ക്, താഴെ നിൽക്കുന്ന കുട്ടികൾക്ക് ഹായ് വിമാനം അല്ലെ, എനിക്കും കയറാൻ തോന്നുന്നു എന്ന് കുട്ടി ആഗ്രഹം പറയാറുണ്ടാവും അല്ലെ. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ പറയാറുണ്ടാവില്ലേ, ഇതാ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാ പോകുന്നത് എന്നൊക്കെ അല്ലേ. അപ്പോൾ താഴെ നിന്ന് നോക്കുന്നവർക്ക്, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിൽ കയറാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അന്തിക്കുവാനിന്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ. സന്ധ്യ ആയ സമയത്ത് എന്താ കാണുന്നത്? സന്ധ്യ അല്ലെ. വാനിന്റെ, ആകാശത്തിന്റെ വക്കത്ത് നിൽക്കുന്നുണ്ട് ആരാണ്? ചെന്തി, ചുവന്ന തീന്റെ ഉടുപ്പിട്ട ഒരു സൂര്യൻ, നല്ല ചുവന്ന നിറത്തിലുള്ള സൂര്യൻ. പണ്ടെങ്ങും കാണാത്ത ചേലു വലുപ്പവും ഉണ്ടിതിന്നോ ഇപ്പോൾ എന്നെ അമ്മയോട് പറയാണല്ലേ, പണ്ട് ഞാൻ ഇത്ര ഭംഗിയിലൊന്നും സൂര്യനെ കണ്ടിട്ടില്ല. ഇതെന്തൊരു ഭംഗിയാ, ഇതെന്തൊരു ചേലാണ്, ചേലും വലുപ്പവും ഒക്കെ ഉണ്ടല്ലോ സൂര്യന് എന്ന് അമ്മയോട് പറയുന്ന ഉണ്ണി അല്ലേ. എല്ലാം നിഴൽ പ്രായമാകാശ കപ്പലിൽ
തല്ലിനടിയിൽ നീന്തുമ്പോൾ ചുറ്റും കടന്നു വന്നുണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടു നിൽപ്പൂ. അല്ലെ, എല്ലാം എന്താണ്? ഒരു നിഴൽ പ്രായമാകാശക്കപ്പൽ, ഒരാകാശക്കപ്പലിലൂടെ ഇങ്ങനെ നീന്തും പോലെ തോന്നുകയാണ് അല്ലെ. ചുറ്റും കടന്നു വരുന്നുണ്ട് എന്ത്? നക്ഷത്രങ്ങള് ഉറ്റുനോക്കിക്കൊണ്ട്. അപ്പോ നോക്കുക താഴെ വെളിച്ചത്തിൻ മുട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. അപ്പോൾ എന്താ ചെയ്യാണ്? താഴെ നമ്മൾക്ക് എത്തേണ്ട സ്ഥലമാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടുത്തെ ആ ഒരു വെട്ടം അല്ലേ, ആ ഒരു നാടിൻ്റെ വെട്ടം, അല്ലെങ്കിൽ നേരം വെളുത്ത ആ ഒരു രാത്രിയിലൊക്കെയാ പോകുന്നതെങ്കിൽ നക്ഷത്രങ്ങൾ രാത്രി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ രാത്രി കഴിഞ്ഞു, നേരം വെളുത്ത് നമ്മൾ എത്തേണ്ട ഇടത്തിലേക്ക് എത്തുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബാലാമണി അമ്മയുടെ ഈ ഒരു കവിതയിൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇതാ, ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ലതുണ്ണിക്കു തോന്നുന്നു പാടാൻ. നമ്മൾ ആ വരി വായിച്ചു അല്ലെ. ഉണ്ണിയെപ്പോലെ സന്തോഷത്തോടെ പാടിയ ആർത്തു വിളിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ വിമാനത്തിൽ പോയിട്ടുണ്ടോ? ഇനി വിമാനത്തിലല്ല, നിങ്ങൾ തീവണ്ടിയിൽ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംഭവത്തിൽ നിങ്ങളിങ്ങനെ അത്ഭുതത്തോടെ ആർത്തു വിളിച്ച എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? പലർക്കും പലതും പറയാനുണ്ടാവും. എനിക്ക് തോന്നിയത് ഒരു കാര്യം, ഞാൻ എൻ്റെ കാര്യമല്ല ഇത്, എൻ്റെ മോളെ കാര്യമാണ്. ആദ്യമായിട്ട് അവൾ ബുർജ് ഖലീഫ കണ്ടപ്പോൾ അല്ലേ, ഇങ്ങനെയൊരു ശബ്ദം ഞാൻ പുറപ്പെടുവിച്ചത്. ഞാൻ അവളെ കാര്യമാണ് എഴുതുന്നത്. അവളെ കൊണ്ട് എഴുതിപ്പിച്ചതാ. ഞാൻ ചോദിച്ചതാ, നിനക്ക് എന്താ തോന്നിയെന്ന്. ചിത്രങ്ങളിൽ മാത്രം കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ആകാശത്ത് ചുംബിച്ചു നിൽക്കുന്ന ആ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. ഇതുപോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ബുർജ് ഖലീഫ എന്നെ കാണണമെന്നില്ല, ഇനിയിപ്പോ ഒരു കുളത്തിൽ നിറയെ മീനുകൾ, ഇതുവരെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തുള്ളിച്ചാടാം അല്ലേ, സന്തോഷം കൊണ്ട്. അത് പരീക്ഷയ്ക്ക് എഴുതാം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇനി വേറെ ഒരു ചോദ്യവും കൂടെ ഞാൻ ചോദിക്കുകയാണ്. ചൂടുന്നതില്ലീ ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലീ മഴയത്തുപോലുമേ. കുമാരനാശാന്റെ വരികളാണ്. എന്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ചൂടുന്നതില്ലീ ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലീ മഴയത്തുപോലുമേ. എന്താണ്? ചെറുതീയാണ് അല്ലേ, ചെറുതീയാണ്. അത് കെടുന്നില്ല, മഴയത്ത് പോലും കെടുന്നില്ല അല്ലേ. ഏതാണ് മഴയത്ത് പോലും കെടാത്ത ഒരു ചെറുതീ? മിന്നാമിനുങ്ങിനെ കുറിച്ചല്ലേ? മിന്നാമിനുങ്ങിനെ കുറിച്ചാണ് ആശാൻ ഇവിടെ വർണ്ണിക്കുന്നത്. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ കുഞ്ഞു തീ ഒന്നിനെയും പൊള്ളിക്കയില്ല. അത് ഏറ്റാ നമുക്ക് ഷോക്കടിക്കോ അല്ലെങ്കിൽ പൊള്ളുവോ? ഒന്നുമില്ല അല്ലേ. ആ തീ മഴ പെയ്യുമ്പോൾ അണയുകയുമില്ല. മിന്നാമിനുങ്ങിന്റെ വെട്ടത്തെ വരികളിലൂടെ വരച്ചു കാട്ടുകയാണ് കവി. അപ്പോൾ ഇത് രണ്ടും നല്ല പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളായിരുന്നു ഇതിലുള്ളത്. അപ്പൊ മക്കളെ, ഈ പാഠത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്താണ്? ഒന്ന് ഇതാണ്, പിന്നെ ഒന്ന് ടീച്ചർ പറഞ്ഞതുപോലെ സന്തോഷപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം, അതുപോലെ യാത്രാ വിവരണം. അത് ടീച്ചർ മാരത്തോൺ ലൈവുകളിൽ പറയും. ഇനി വരുന്ന ലൈവുകൾ ഒന്നും ആരും മിസ്സാക്കരുത്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി ടീച്ചർ പറയാണ്, പൃഥ്വി ബാച്ചിൻ്റെ എൻഡ് ഗെയിം ബാച്ചിൻ്റെ ഓഫർ ഇവിടെ അവസാനിക്കുകയാണേ ഇപ്പോൾ. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്തോളൂ. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. പരീക്ഷാ ചോദ്യങ്ങളുമായി ടീച്ചർ വീണ്ടും വരാം. എൻ്റെ പേര് ശ്രുതി എന്നാണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ.